experience. അന്ന് ഇതെത്ര ദാഹം. പിന്നെ ദാഹം ഇല്ലാതിരിക്കും. എന്തൊരു ചൂടാ. ശരി എന്റെ പൊന്നോ, ഇവിടെ കിടക്കാം വയ്യേച്ചി. ഇവിടെ ദിവസമായി മര്യാദക്കൊന്ന് പറഞ്ഞു. സത്യം ഞാനും. ഓ എന്റെ പൊന്നോ, കഴിഞ്ഞ ദിവസം കറണ്ട് പോയത് ചേച്ചി അറിഞ്ഞ? പിന്നല്ലാതെ. അല്ലെങ്കിൽ ആ വീട്ടിൽ കിടക്കണ ആ ഫാന് ജാമ്യത്തിലാ കറങ്ങുന്നത്. കറണ്ടും കൂടി പോയാൽ. പക്ഷെ ഇവിടുത്തെ ഫാൻ ഉള്ളതാ, പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏക്കണില്ല. ഞാൻ ഓർക്കണേ, പണ്ട് തഴപ്പാഴ വിരിച്ചിട്ട് നമ്മളിങ്ങനെ കിടക്കൂലേ, ഈ ഗ്രില്ല് അങ്ങോട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന അത്രയും ചൂടില്ല. പിന്നെ ഇതിപ്പോ എവിടെ കിടന്നാലും ചൂടാണ്. ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്കൊരു AC വാങ്ങിക്കാം. എന്താ മേടിക്കാൻ പോവാ? ഏട്ടനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. അതിനൊക്കെ അവിടെ എന്താണ്ടൊക്കെ അടക്കണോന്നൊക്കെയാ പറയണം. അവൻ അല്ലെങ്കിൽ ഒരു കൂളറെങ്കിലും വാങ്ങിക്കുന്നു. അത് ശരി, കൂളറാണെങ്കിൽ നല്ലത്. പക്ഷെ കൂളറിന്റെ കീഴെ കിടന്നാലേ ചിലർക്ക് ജലദോഷം ഉണ്ടാവും എന്നൊക്കെ പറയാം. പിന്നെ ജലദോഷം പിടിച്ചാലും വേണ്ടിയില്ല, മര്യാദ കിടന്ന് ഉറങ്ങാലോ. എനിക്ക് പേടിയാ വന്നത് ആ മുറിക്കകത്തോട്ട് കയറുന്ന കാര്യം ഓർത്തിട്ട്. ആ ക്ലീറ്റോ ചേട്ടന്റെ ഓഫീസിൽ എന്തൊരു ചൂടാ. ആരെങ്കിലും ആ ഓഫീസ് പോയി എടുക്കുവോ? ഇച്ചിരി കൂടി കാറ്റും വെളിച്ചം കാരണം ഒരു സ്ഥലം എടുത്തൂടെ, പൈസ ലാഭിക്കണത്. ചേച്ചി അന്ന് ആ മറ്റേ ഉദ്ഘാടനത്തിന് നമ്മള് പോയപ്പോഴേ എന്റെ പൊന്നോ ഇല്ലടാ, ഷീറ്റാ മേലിട്ടേക്കണം. അതാ ടീച്ചർക്കാണെങ്കിൽ വേർപ്പ് തന്നിട്ട് ഇതേ എപ്പോഴും ജലദോഷമാ. ഈ കട്ടിച്ചാക്ക് പോലത്തെ നിക്കർ മാറി ആ വല്ല ബനിയന്റെ നിക്കർ എന്തെങ്കിലും എടുത്തിട്ട്, ആ ഷഡ്ഡി എന്തെങ്കിലും എടുത്തിട്ട് പോ. പെട്ടെന്ന് കീറും. മുട്ട അടിക്കാതെ നല്ലത്. സമ്മതിക്കോ? എന്റെ മുടിയൊത്തും പോവും. റൊണാൾഡ് എന്താ ഓട്ടോറിക്ഷയിലൊക്കെ അല്ലെങ്കിൽ രാഗി നടന്നുള്ളവൻ. വേറെ ആരോ കൂടി എന്തടി? കുഞ്ഞമ്മച്ചി. ഇതെന്താണ്? ഇത് എവിടെ കിട്ടി? രാത്രി ശാന്തി വന്നിട്ട് എന്നെ വിളിച്ച് ഞാൻ പിന്നെ വണ്ടി എടുത്തോണ്ട് പോയി. പൈസ കൊടുക്കുന്ന? ആ ഞാൻ കൊടുക്കാം. ശരി, അതല്ലേ ഉണ്ട്. ഞാന് മറന്നുപോയടാ, വണ്ടിക്കകത്ത് എടുത്തോന്നു. മക്കളെ സുഖം. പിന്നെന്തേ കനയെന്തേ? ഏട്ടനില്ല, വന്നില്ല. പ്ലേറ്റോ ഇല്ലയോ മക്കളെ? പ്ലീറ്റ് ഇല്ല. പ്ലീറ്റ് ഇങ്ങോട്ട് വാടാ. നീ ഒന്ന് ക്ഷീണിച്ചല്ലോടാ. ഇതാണ് ക്ഷീണം. രണ്ട് ഷർട്ടോടെ മാറ്റി വെച്ചേക്കുന്ന അവന് കേറണില്ല എന്നും പറഞ്ഞ്. എന്തുണ്ട് വിശേഷം? എന്ത് മക്കളെ, ചൂടും പിടിച്ച് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യണോ? എന്റെ ദൈവമേ, റോസ്റ്റ് ചേച്ചൊക്കെ എന്തെടുക്കുന്നു? ആ തട്ടയും മുട്ടയൊക്കെ അങ്ങ് പോന്നു മക്കളെ. അതാണ് കറക്റ്റാ. ഞാൻ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കട്ടെ. എന്തൊരു ചൂടാടി മോളെ. ചൂട് ഭയങ്കര. ഞാൻ വരച്ച കൊടുങ്ങാവളയല്ല ചൂടുന്നു. ഇവിടെ വന്നപ്പോ അങ്ങ് പുകയോ ശരീരം. ഇവിടെ ഭയങ്കര ചൂടാ. അയ്യോടാ, കുഞ്ഞുങ്ങൾക്കൊന്നും മേടിച്ചില്ലല്ലോടാ. പൈസ ഞാൻ പോയിട്ട് വരാം. നീ ജംഗ്ഷന് ആ കട നമ്മളിങ്ങോട്ട് വന്ന് തുറന്നിട്ടില്ലേ, അവിടെ പോയി വേണ്ട. കുഞ്ഞമ്മച്ചിക്ക് എന്താ ഇപ്പൊ അവന്റെ കയ്യിൽ പൈസ കൊടുത്തുവിട്ട് അവന് 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 2 ദിവസമോ? ഞാൻ പോയി വല്ല കറി മേടിച്ചോണ്ട് വരാം. മീൻ കിട്ടിയിട്ടില്ലല്ലോ. ഒരാവശ്യമില്ല. ഇപ്പൊ മീനൊന്നും വെട്ടി കഴുകി ഇപ്പൊ കറി വെക്കാം. മീൻ മേടിക്കണ്ട, കറി ചിക്കൻ കൂട്ടി കഴിച്ചാ പോരെ. നാളെ മതിയാടാ ചിക്കൻ. കാര്യല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ എന്തെങ്കിലും വഴക്കോ പൊല്ലപ്പോ ഉണ്ടാക്കിയിട്ടുള്ള വരവാണോ? ദൈവമേ, കഷ്ടം തന്നെ. ഇപ്പൊ ഞങ്ങൾ ഒരു വഴക്കുമില്ല മക്കളെ. ഭയങ്കര സ്നേഹമായിട്ട് അവിടെ ഞാനും കൂടെ. എന്തിനാ കുഞ്ഞും കൂടെ കിടന്ന് വഴക്കുണ്ടാവും? ചെറുക്കൻ കളിയാക്കിയതല്ലേ. ഞാൻ വിചാരിച്ചു രാത്രി എവിടുന്നാ കാക്കയെന്ന്. നിന്റെ ഒട്ടൊന്നും അല്ല, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. കൊച്ചപ്പച്ച എന്ത് മക്കളെ, ചുമച്ചും കുറച്ചും അവിടെ കടപ്പുണ്ട്. ചുമ അങ്ങോട്ട് കുടുംബം എന്നെ കടന്ന് ചീത്ത വിളിയ. ഞാൻ എന്താ ചെയ്യാന്? ഈ വേർപ്പ് കാരണം നോക്കിയാ ഒന്നും കൊണ്ടുവരുന്നില്ലേ, കാണായിരുന്നല്ലോ. എത്ര കാലം കണ്ടിട്ട്. ഞാൻ പറയും മക്കളെ, വയ്യാത്തോണ്ടെങ്കിൽ ഇരിക്കുന്നേ ചൂടും പിടിച്ച്. എന്താ ചെയ്യാന്? ഈ കുപ്പായം കൊള്ളാലോ. അല്ല മക്കളെ. ഓ അയ്യോ, കുഞ്ഞമ്മച്ചി എവിടെ പോകുന്നു? 2 ദിവസം കഴിഞ്ഞിട്ടേ കൊടങ്ങാവിളേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പഴേ അങ്ങ് പോവാണോ? മക്കളെ കൊടുങ്ങാവളയിലൊന്നും അല്ല, ഞാൻ പള്ളിയിലൊന്ന് പോട്ട് വരട്ടെ. പള്ളിയിലാ? ഇന്ന് ഞായറാഴ്ച അല്ലല്ലോ, പള്ളിയിൽ എന്തിനാ പോണേ? ഒന്ന് കുമ്പസരിച്ചിട്ട് വരണം മക്കളെ. ഇന്നലെ രാത്രി കിടന്നപ്പോഴേ ആരോ എന്റെ മനസ്സിൽ വന്നങ്ങ പറയോ, എടി നീ എന്തൊരു പാവമാടി ചെയ്യുന്നേ, നീ പള്ളിയിൽ പോയിട്ട് എത്ര നാളായടി, ഒന്ന് പോയി കുമ്പസരിക്കാൻ. എന്ത് പാവം ചെയ്യുന്നു കുഞ്ഞമ്മച്ചി ഇതിന് മാത്രം അങ്ങോട്ട്? എന്തൊരു പാവം?
ഈ നാക്ക് ശരിയല്ല. എന്തെങ്കിലും ഒന്ന് പറയും, പൊട്ടോ ചള്ളോ എന്തെങ്കിലും ഒന്ന് പറയും. മക്കളെ ആർക്കും എന്നെ കണ്ടുകൂടാ. എന്തിനാ പറയുന്നത്, ഞാൻ അങ്ങാറൂടെ മിണ്ടിയിട്ട് ഇപ്പോൾ 1 മാസമായി. അയ്യോ എന്താ? എൻ്റെ മക്കളെ ഒന്നുമില്ല, അങ്ങാറ് തലക്കെടുത്തിരിക്കുന്ന വിക്സ്. എൻ്റെ കാല് വയ്യാതെ നിനക്കറിയാമേ. എൻ്റെ അടുത്ത് പറയാം, വിക്സ് എടുക്കടി, വിക്സ് എടുക്കടി എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളെടുത്തില്ലേ, നിങ്ങളൊന്ന് എടുത്തോടെ അത് കൈ വെച്ച് എന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പൊന്നുമക്കളെ പോരത്തറിയായിരുന്നു. ആ പോട്ടെ, എൻ്റെ നാക്കുകൊണ്ടായിരിക്കും. ഞാനെല്ലാം അങ്ങ് ക്ഷമിച്ചു മക്കളെ. ഇനി ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. അതൊന്നും ആരും മനസ്സിലൊന്നും വെക്കൂല, അതൊക്കെ അങ്ങ് മറന്നു കളയൂല്ലേ, വീട്ടുകാരല്ലേ. എൻ്റെ പൊന്നുമോക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട്, എനിക്കറിയാം. എൻ്റെ കുഞ്ഞ് ഞാൻ കയറി വരുമ്പോൾ ചൂടുവെള്ളമായാലും ആഹാരമായാലും തന്ന എൻ്റെ കുഞ്ഞ്, ഞാൻ നിന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് മക്കളെ, നീ അത് മനസ്സിൽ വെക്കത്തില്ല. എൻ്റെ സാരമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞെന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, എല്ലാവരും സ്നേഹിക്കുന്നു. എൻ്റെ നാക്കാതെ ഇതിങ്ങനെ ആവുന്നു. വിഷമിക്കണ്ട കുഞ്ഞുമ്മച്ചി. വിഷമമുണ്ട് മക്കളെ. നീ ആണെങ്കിൽ അതങ്ങ് കളയും. ചിലവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർത്ത് കുത്തി 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 ആപ്പ് വെച്ച് എന്തൊക്കെയോ പറയും. എന്റെ കർത്താവിനൊന്നും കാണുന്നില്ല കർത്താവ്. എങ്ങനെയാ പോകുന്നത്? ഞാൻ കുഞ്ഞിനെയും കൂട്ടി പോവാന്ന് വിചാരിച്ചു മക്കളെ. അയ്യോ ഇവനുമായിട്ടോ? അയ്യോ ഇത് പിഞ്ചില്ല, എന്റെ കുഞ്ഞാട്ടല്ല, എന്റെ പൊന്നുമോ റൊണാൾഡോ ആട്ട്. എന്നെയും കൂടെ കുമ്പസരിക്കാൻ കൊണ്ടുപോകും. അയ്യോ ഇപ്പൊ തീർച്ചയായോ, എന്റെ പൊന്നുമോ കുഞ്ഞില്ലയോ, കുറച്ച് വലുതായി. അമ്മച്ചയുടെ കൂട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. റൊണാൾഡേ, റൊണാൾഡേ, അമ്മച്ചി മക്കളെ പാടാ, സമയം ഒത്തിരിയായി. അമ്മച്ചി റെഡിയായി നിക്കുന്നു. ആ മക്കളെ എങ്ങനെയാ പോന്നേ? ബൈക്കില്. എങ്ങനെയാ മക്കളെ ബൈക്കിൽ പോന്നേ? കൊടങ്ങാള പള്ളിയില് ചന്തയില് ലോകമായ ലോകം മൊത്തം എന്നോട് ബൈക്ക് വരുന്നത്. അതേപോലെ ഇവിടെ ഭയങ്കര തിരക്കില്ലയോ? ഒരു സൈഡ് വരം പതിയെ അങ്ങ് പാപ്പാ. അവൻ പതുക്കെ ഓടിക്കുള്ളൂ. ഞാനത് വഴി അങ്ങ് ഷോപ്പിൽ പോവാ. മക്കളെ അമ്മയുടെ തിരുതോണം കേട്ടോ. മക്കളെ കുഞ്ഞമ്മച്ചി, തൂക്കളെ അച്ഛൻ ചെല്ലുമ്പോഴേ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാ തന്നെ കന്നഡയൊന്നും പറഞ്ഞു കളയല്ലേ കേട്ടോ. അതൊന്നും ഇല്ല മക്കളെ, ദേഷ്യം വരുമ്പോഴേ ഈ കന്നഡ വരത്തോളൂ. അതന്നൊക്കെ അങ്ങ് പോയി. ദേഷ്യം ഇനിയിപ്പൊ ഇല്ലല്ലോ അമ്മച്ചിക്ക്. അമ്മച്ചി പള്ളി പോട്ട് വരണം. വിഷമിക്കാതെ. എന്റെ കർത്താവേ, സ്തോത്രം കർത്താവേ, എന്റെ പൊന്നീശോയേ കർത്താവേ, സ്തോത്രം ദൈവമേ, കർത്താവേ, എന്റെ പൊന്നീശോ. എന്തൊരു ഐശ്വര്യം അമ്മച്ച കാണാൻ പള്ളി ഇറങ്ങി വന്നിട്ടാണ്. എടാ മോനെ, നീ എന്താ അങ്ങോട്ട് വരാൻ? ഞാനെന്തിനാ പള്ളി കയറി പ്രാർത്ഥിക്കുന്നത്? എന്റെ കാവലാളായിട്ട് കൊടങ്ങാള മാധവും കർത്താവും എപ്പോഴും ഉണ്ട് അല്ലേ തമ്പുരാനെ? എടാ എന്തോരു ഐശ്വര്യമുള്ള ഒരു അച്ഛനാടാ. സൂര്യൻ ഉദിച്ചോണ്ടിരിക്കുന്നു. അച്ഛനെ കണ്ടാൽ തന്നെ നമ്മുടെ വിഷമതകൾ മൊത്തം അച്ഛനോട് അങ്ങ് പറഞ്ഞു പോറിയാം. എന്നിട്ട് നല്ലോണം കുമ്പസരിച്ച നല്ലപോലെ കുമ്പസരിച്ച് നല്ല രീതി ദൈവത്തിനോട് എന്റെ ഭർത്താവിനോട് എല്ലാ പ്രയാസങ്ങളും എന്റെ തെറ്റുകളും എല്ലാം ഞാൻ ഏറ്റു പറഞ്ഞടാ. അപ്പൊ ഇന്ന് മുതൽ പുതിയൊരു അമ്മച്ചാണ്. ഇനി ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, വഴക്കില്ല. അമ്മച്ച ആണ് അപ്പച്ചനോട്, റോസ്മേരിയോട്, എന്നോട്, മക്കൾ ആരോടും ഒരിക്കലും ഇല്ല മക്കളെ. ചക്കര ഇന്ന് മുതൽ എന്റെ പൊന്നുവനെ അമ്മ ഒരു പുതിയ അമ്മയായിരിക്കും. കാരണം ആ പുതിയ അമ്മ ഇങ്ങോട്ട് കയറുമല്ലോ. വേണ്ട മക്കളെ, ഞാൻ ഇതിലെ കുറുക്കിനെ കയറിക്കോളാം. തങ്ക പറഞ്ഞ് ഇതിനകത്തോടെ ക്രോസിന് അങ്ങ് ചെന്ന് ഇറങ്ങുന്ന ആ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ ചെന്ന് ഇറങ്ങുന്നു. അവിടുന്ന് ഞാൻ നടന്നങ്ങ് പോയിക്കോളാം. കൈയും കാലും ഒക്കെ നടന്നു ഓട്ടോ വിളിച്ചു പോകും. കുഴപ്പമില്ല, കൈയും കാലും ഒക്കെ ഒന്ന് കഴക്കുന്ന നടന്നങ്ങ പാങ്ങ്. എന്തോടാ പൈസ രക്ഷപ്പെടരുത്, കുമ്പസരിച്ച് പുതിയ ആളായിട്ട് വന്നിരിക്കുക. മക്കളെ 100 എടുക്കടാ. 200 രൂപ എടുത്തുള്ളൂ. എത്ര നാളായി നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി തങ്കരം പൈസ ഒക്കെ എടുത്തിട്ട്. സൂക്ഷിച്ചു പോണേ. മോനെ നോക്കി ഓടിച്ചു പോ കേട്ടാ. എന്റെ പൊന്നു കർത്താവേ, ഇങ്ങനെ അങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോയാൽ മതി. ഈ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തല്ലേ. ആ റോസ്മേരി ആയിട്ടുള്ള വഴക്ക് പകുതി തീർന്ന എനിക്ക് പകുതി ആശ്വാസം. കാത്തോടെ നമ്പാരെ പണി തരികയാണ്. സെറ്റ്. മൽപ്രിയേ എന്നെ സുനായകനേ.
അല്ല രാധികെ, നീ മെമ്പർ ആയതിനു ശേഷം അവളെ കണ്ടായിരുന്നോ? ഇല്ല. എന്റെ പൊന്നു മോളെ, അവിടെ എന്തൊരു ജാടയാണ്. അവിടെ ജാടയും 10 ദിവസം കണ്ടാവുണ്ടല്ലോ. അവിടെ വിചാരം അവളിനി മുഖ്യമന്ത്രി ആവാൻ പോവാന്നാണെന്ന് അറിയോ? അവൾക്ക് വോട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കിടന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? അത് പിന്നെ എനിക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. സോറി കേട്ടോ, ഞാൻ ഇവിടെ കണ്ട മാവെന്ന് അവര് പറഞ്ഞത്. ഇവിടെ കണ്ടല്ലേ മാവ് തോണ്ട് അവിടെ ഇരിപ്പുണ്ട്. അവിടെയാണ് മാവ്. ഇങ്ങോട്ട് പോ. അയ്യോ അറിഞ്ഞില്ല കേട്ടോ. കണ്ണും കടയൊന്നും കാണാതെ ഇറങ്ങിക്കോളും മനുഷ്യനെ ഇടിച്ചിടാൻ വേണ്ടി. എന്റെ പൊന്നു മോളെ, ആ ക്ലീറ്റോ ഉണ്ടല്ലോ, ക്ലീറ്റോ എന്ന് പറഞ്ഞ ഇത്ര നല്ലൊരു മനുഷ്യൻ, അവന്റെ ഇടപാട് തീർന്നു. സത്യം പറഞ്ഞ പാവം പിടിച്ച ക്ലീറ്റോയുടെ കാര്യം കഷ്ടമാണ്. ആ പെട്ടിക്കടയെല്ലാം നടത്തി രാത്രി കച്ചവടം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വന്നോണ്ടല്ലോ, അവള് മൈൻഡ് ചെയ്യത്തില്ല. അവളിങ്ങനെ സുഖിച്ച് കയറി ഫോണും പിടിച്ചിങ്ങനെ കിടക്കും. ആരെ വിളിക്കുക? ഒരാളെ ശശിയെ അവനുമായിട്ട് എന്തോ നല്ല ബന്ധമുണ്ട്. സത്യം, രണ്ടും കൂടെ സിനിമ കാണാൻ പോകുന്ന തിയേറ്ററിൽ വെച്ച് പലരും കണ്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കണ്ടുപോകുന്നു, പക്ഷെ എനിക്ക് എത്ര സംശയം തോന്നിയില്ല. അവരെ പാർട്ടിക്കാരിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അല്ല, സത്യമാണ്. സത്യം പറഞ്ഞ ആ ക്ലീറ്റോ എവിടെ എത്തേണ്ടതായിരുന്നു അറിയാവൂ? രാജ്യത്തിലൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ പാവം ഒരു മന്ത്രി ആയേനെ. സത്യം. അതൊന്നും ഇവള് സമ്മതിക്കത്തില്ല. ഇവൾ അവനെ ഭരണത്തോടെ ഭരണം. അങ്ങനെ ഒരു പെട്ടിക്കടയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ കൊണ്ടങ്ങ് ഇരുത്തി. നേരം വെളുത്തായാലും അങ്ങ് പൊക്കോളുമല്ലോ. പിന്നെ ഇവരുടെ ഉദാട്ടമാണല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവൾ ആ കുടുംബം ഇല്ലാണ്ടായി. പൂരാടൻ ശശി ഉണ്ടല്ലോ, പൂരാടൻ ശശി, അവനുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആൾക്കാരുടെ വിചാരം എന്താ പാർട്ടിയാന്ന് പറഞ്ഞ് ഗണേ ഇങ്ങോട്ട് നടക്കുവാന്നല്ല. ഇവിടെ ഈ മെമ്പർ ആകാൻ തന്നെ ശ്രമിച്ചത് ഇവനുമായിട്ടുള്ള ബന്ധം കൊണ്ടാ. ഇവനോട്ടുള്ള ബന്ധം കൊണ്ട് വീട്ടിൽ നടക്കത്തില്ല. ഇങ്ങനെ ആകുമ്പോ കൂടി നടക്കാമല്ലോ. രാവിലെ പാർട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്കോ എവിടെ വേണേലും പോവാലോ. ചായ പിടിക്കുന്നില്ല. നീ എന്തുവാടി ഇവിടെ കിടന്ന് കാണിക്കുന്നേ? ഞാൻ അവിയലുണ്ടാക്കാൻ പോണു. അവിയൽ വെണ്ടയ്ക്ക അതല്ല, നീ ഇവിടെ എന്തുവാടി ചെയ്ത് കൂട്ടിയത്? എന്റെ ചെറുക്കൻ മന്ത്രിയാവേണ്ടവനോ? അവനെ പിടിച്ച് വഴക്കൊണ്ടാക്കി ഏതാണ്ട് ഒരു പെട്ടിക്കടയിലും കൊണ്ടിരുത്തി ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തിയിട്ട് നീ മെമ്പറാണെന്ന് പറഞ്ഞ് ചമഞ്ഞ് ഈ റോഡ് മൊത്തം നടക്കുക ഇല്ലയോ? നാട്ടുകാരും വീട്ടുകാരും പറയാൻ ഇനിയൊന്നുമില്ല. എനിക്ക് കുമ്പസരിക്കാൻ പോയി ഞാൻ മനനൊന്താടി ഇറങ്ങി വന്നത്. നീ ഒന്നും ചെയ്തില്ലേ? നീ ഒരു വകയും ചെയ്തില്ലേ? എന്റെ ചെറുക്കനെ യാതൊരു വിലയും നിനക്കില്ല. നിനക്ക് ഏതാണ്ട് ഒരു ചപ്പട്ട ശശി പറയുന്നതും കേട്ടോണ്ടാ നീ ഇവിടെ കിടന്ന് വഴക്കൊണ്ടാക്കുന്നതെന്ന് പറയുന്നിട്ട് എന്റെ കുഞ്ഞിന്റെ മണ്ടയിൽ നീ കേറി അവനെ എന്തിനാണ് ആ പെട്ടിക്കടയിൽ കൊണ്ടിരുത്തിയതാ? ആരെ പെട്ടിക്കടയിൽ കൊണ്ടുവന്നിരുത്തിയത്? ഞാനാണോ? അവനവന്റെ പാർട്ടിന്ന് പുറത്തായപ്പോഴത്തേനും അവിടെ വേറൊരു ഷോപ്പ് തുടങ്ങിയത് ഞാനാണ് കുറ്റക്കാരി. ഏത് ശശിയുടെ കാര്യം നിങ്ങൾ പറയുന്നത്? വേണ്ടതിനും പറയരുത് കുഞ്ഞമ്മച്ചി. നാട്ടുകാർ മൊത്തം പറയുന്നത് ചപ്പട്ട ശശി പറയുന്നത് കൊണ്ടിട്ട് എന്റെ കുഞ്ഞിനെ കൊണ്ട് പെട്ടിക്കടയെ കൊണ്ടിരുത്താണ്. നിങ്ങൾക്ക് തലയ്ക്ക് സൗകര്യമില്ലേ? നിങ്ങൾ കുമ്പസാരിക്കാൻ പോയിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വരുന്നില്ല. ഞാൻ കുമ്പസരിക്കേണ്ട കാര്യമില്ല. നീയാണ് കുമ്പസരിക്കേണ്ടത്. നീയാണ് ഈ വീട്ടിൽ മൊത്തം ചട്ടം പിന്നെ ആക്കിയത്. എന്റെ കുഞ്ഞ് വെള്ളമായിട്ട് മന്ത്രിയാവേണ്ടവനെ പിടിച്ച് പെട്ടിക്കടയെ കൊണ്ടിരുത്തി. എന്റെ കുഞ്ഞ് ഞാനാണ് പെട്ടിക്കട കൊണ്ടുവന്നിരുത്തിയത്. പിന്നെ കാര്യം ക്ലീറ്റോനെ വിളിച്ച് അന്വേഷിക്കാത്ത എന്താ? ആ കുഞ്ഞെനിക്ക് വിളിക്കുന്നവരുണ്ട്. നിന്റെ ഭരണകാരനാണ്. അത് എന്റെ ഭരണകാരൻ കണക്കായി പോയി. ഞാനിപ്പോ കാണിച്ചു എന്താ ചെയ്യേണ്ടത്? മെമ്പറാന്ന് പറഞ്ഞോണ്ട് അവൾ ഉടുത്തിരിക്കപ്പോ നേരം വെളുത്ത് സാരി കൊടുത്ത് ഈ കാര്യങ്ങളൊന്നും ഞാനില്ല. കൊടുവാളെ കണ്ടിട്ട് ഇഷ്ടം ജഗടമാടി നമ്മത്ര ജഗട മാടിത്താറാ പ്രാന്ത് വരുന്നത്. കുഞ്ഞമ്മച്ചിയാണ് കൊച്ചപ്പച്ചനാണ് ആരാണെങ്കിലും ഇറങ്ങി പൊക്കോളാൻ പറയണം. അല്ലാതെ എന്റെ മെക്കിട്ട് കയറാനല്ല വരേണ്ടത് വരുന്നു. എന്താ ചേച്ചി? എന്നെ എന്തെല്ലാം തോന്നിയവാസം അവര് പറഞ്ഞെന്നറിയാമോ? പള്ളി പോയിട്ട് വന്ന അവര് എന്ത് തോന്നിയാസം പറഞ്ഞു? തോന്നിയവാസം ചോദിച്ചു നോക്ക്. കുഞ്ഞമ്മച്ചിയാ? ചേച്ചിക്ക് എന്താണ് ഇവിടുന്ന് എന്ത് സന്തോഷത്തിലാണ് എന്നോട് പറഞ്ഞ് കുമ്പസാരിക്കാൻ പോകുന്നത്? ഇപ്പൊ അവരെങ്ങനെ ഇരിക്കണത് പോയി നോക്ക് നീ. എന്താ കാര്യം? സങ്കടം വരുവാണ്. ഈ നാട് മുഴുവൻ നടക്കണം. ഈ ക്ലീറ്റോനെ കൊണ്ടുള്ള തൊന്തരവ് ഇപ്പോഴേ ഇല്ലാതായത്. ഇതുവരെ ഞാൻ ആ മനുഷ്യനെ സഹിച്ചില്ല. എന്നിട്ട് അങ്ങോട്ട് ഞാൻ അനുസരിക്കുന്നില്ല. അങ്ങോട്ട് ഞാൻ പെട്ടിക്കട ഇട്ട് കൊടുത്തേക്ക് വന്ന്. ആണോ? എന്റെ ഇഷ്ടത്തിനാണോ ക്ലീറ്റോ അത് ചെയ്തത്? ആണോ? ഞാൻ പൂരാട ശശിയുടെ കൂടെ നടക്കുവന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാ? ഞാനിതൊക്കെ എന്തിനാ സഹിക്കുന്നത്? ഞാനിതൊക്കെ എന്തിനാ സഹിക്കുന്നത്? ചേച്ചി കേട്ടാ ഇതൊക്കെ പറയുന്നത്? എന്നോടാ വന്ന് പറഞ്ഞതെന്ന് നിർത്തിക്കോളാൻ പറയണം. എന്റെ മെക്കിട്ട് കയറാൻ പറ്റൂല. അതൊക്കെ റോസ്മേരിയുടെ അടുത്ത് നടക്കും. ചേച്ചി കുമ്പസാരിക്കാൻ പോയാൽ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സ് വേദനിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടാവും. ആര് മനസ്സ് വേദനിപ്പിച്ചവരെ? മനസ്സ് വേദനിച്ചെങ്കിൽ അവർക്ക് തോന്നിയതാണ് അവര് പറയേണ്ടത്. ആണോ? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അനാവശ്യം പറയാണോ ചെയ്യേണ്ടത്? ചേച്ചി അടങ്ങിക്കാൻ ഞാൻ ചോദിക്കാം. ഞാൻ എന്തിനാ ചേച്ചി പ്രായമുള്ള ഇതിനൊക്കെ തല്ലിക്കൊല്ലാൻ പറ്റുമോ?
എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ കുഞ്ഞമ്മച്ചി ഇങ്ങോട്ട് വരുന്നത്. എപ്പോ വന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. ഇതിപ്പോ എന്തൊരു സമാധാനത്തില് കുമ്പസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഞാനാ ശശിചേട്ടന്റെ കൂടെയാണ്. എന്ത് ആരാണ്ട് പറയണ കേട്ടെന്ന് പറഞ്ഞ ആരാണ്ട് പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ മെക്കിട്ട് കയറാണോ വേണ്ടത്? അവർക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ പാടില്ലേ? എനിക്ക് എന്തായാലും ചോദിക്കാനും പറയാനും ഇല്ലേ? ക്ലീറ്റോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോ സമ്മതിക്കൂലല്ലോ. എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്തോ. എനിക്ക് മനസ്സില്ല അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. ഹലോ. ഓ ഇപ്പൊ തങ്കമല്ല തങ്ക അമ്മയല്ലയോ? ഇങ്ങോട്ട് വന്നേ പറയട്ടെ. എന്താ വിശേഷം? കൊറേ ഈ ചൂലൊക്കെ ഒരു ആപലക്ഷണം കളാ. ഇപ്പൊ ചൂല് കൊടുത്ത് തൂത്തോണ്ട് നടക്കണ്ട വല്ല കാര്യമുണ്ടോ? എന്നാ പിന്നെ ചൂലെടുത്ത് തൂക്കാതെ. ഇപ്പൊ ആരാന്ന വിചാരം? പഴയ തങ്കമാണോ ഇത്? ഭയങ്കര മെമ്പർ അല്ലയോ? അതെ പ്രസിഡന്റ് ഒന്നും അല്ല. ഒന്ന് പോയെന്ന്. ഓ ഞാൻ കളിയാക്കൊന്നുമല്ല, സത്യമായിട്ടും പുറത്തൊക്കെ എന്തൊരു പേരാ. ആൾക്കാരൊക്കെ തങ്കത്തിനെ പറ്റി എന്തൊക്കെയാ പറയുന്നേ. എന്നോട് ചോദിക്കുക പിന്നെ ഓമന തങ്കത്തിന്റെ കൂട്ടുകാരിയല്ലയോ? ഞാൻ പറഞ്ഞ അതെ. എനിക്ക് എന്തൊരു അഭിമാനമായി പോയെന്നറിയാം. എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞ അതെ, അവർക്ക് എന്തൊക്കെയോ കാര്യം സാധിക്കാനുണ്ട്. തങ്കത്തിനോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സാധിച്ചു തരുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാനൊന്നും ചെയ്യണല്ലോ. നമ്മൾ അതിനു വേണ്ടിട്ടല്ലേ ജയിപ്പിച്ച് വിട്ടത്. എന്തായാലും സമ്മതിച്ചു കേട്ടോ. ഞാൻ ഇതേണ്ട അപ്പുറത്ത് നമ്മുടെ രമയില്ലേ, രമ അറിയത്തില്ല. ഇവിടെ ഇരുന്നോ നാട് നന്നാക്കാൻ നടക്കുന്ന ആളില്ല. ഇതൊക്കെ ഒന്ന് അറിയണം. എന്നാ ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളോ. ആ പെണ്ണിന്റെ രമയുടെ മോള് പണ്ടേ ഒരു പെടയാണല്ലോ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഇതൊക്കെ. പക്ഷേ ഉണ്ടല്ലോ ആ കൊച്ചിന്റെ സ്വർണ്ണം ഏതായാലും എടുത്തിട്ട് ആ ചെറുക്കനെടുത്ത് വിറ്റെന്നോ അതൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നം. അവിടെ ഇപ്പുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ല. എന്തിനാ അധികം ആവുന്നേ? അവള് പണ്ടേ പോക്കാൻ നമുക്കറിയാലോ. അത് ചെറിയ പ്രായത്തിൽ എന്തോ ആരുമായിട്ട് സ്നേഹമായിരുന്നതല്ലേ. ചെറിയ പ്രായത്തിൽ തോന്നുന്ന ബുദ്ധിമോശം അത് അവിടെ കളയണം. വേറൊരു ചെറുക്കനോട് കെട്ടിച്ചു വിട്ടില്ലയോ? ഇപ്പോഴും അവള് പാത്തും മതിയെന്ന് അവനെ ഫോൺ വിളിയും പല പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവൻ അറിഞ്ഞു. അതെല്ലാം അവൻ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ പറഞ്ഞത് മരുമോന്റെ കുറ്റമാണ്. അമ്മയ്ക്ക് മോക്കും ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു. അനുഭവിക്കട്ടെ, അങ്ങോട്ട് അനുഭവിക്കട്ടെ. അതാരെ? റൊണാൾഡിന്റെ അമ്മ. എന്റെ ദൈവമേ, റൊണാൾഡോന്റെ അമ്മയോ? തങ്കം എനിക്കിന്ന് പോയിട്ട് ഇത്തിരി ജോലിയുണ്ട്. ഞാൻ പോയിട്ട് നാളെ വരാം കേട്ടോ. ഞാൻ പോട്ടെ. നീ എങ്ങോട്ടായി പോന്നേ? നീ എവിടാ പോന്നേ? ഇതാരടി? എന്റെ പൊന്നു കുഞ്ഞമ്മച്ചി, ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കരുത്. അതെന്റെ കൂട്ടുകാരിയാണ്. അയ്യോ, ഇതാണോ കൂട്ടുകാരി? ഈ കൂട്ടുകാരിയാണ് ഇന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? എന്തൊക്കെയാ പറഞ്ഞറിയാമോ? ഞാനിന്ന് കുമ്പസാരിക്കാൻ പോയിട്ട് തിരിച്ച് ആ കടയിലോട്ട് കയറിയപ്പം തങ്കത്തിനെ കുറിച്ച് ഈ കള്ളി പെരുങ്കള്ളി ഇവക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ നിന്റെ കുഞ്ഞമ്മച്ചിയായിരുന്നെന്ന്. ഇവളും വേറെ ഒരു പെണ്ണും പിള്ളയെ കൂടെ, അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല, രണ്ടെണ്ണം കൂടെ നിന്ന് പറയാ തങ്കമാണ് ഇവിടുത്തെ മെമ്പർ. അവക്കടെ കയ്യും കാലും കണ്ടോ ദൈവമേ, അവളൊക്കെ പൊങ്ങിക്കൊണ്ട് നടക്കുക. മെമ്പർ ആയപ്പോഴത്തേന് അവൾ ഈ വാർഡിലെ ഏതാണ്ട് പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് അവള് നടക്കുന്നത്. അവളൊക്കെ ഭർത്താവിനെ എനിക്ക് ഞാൻ എന്റെ കൈകാലം കണ്ട് പെരുക്കുക എനിക്ക്. എന്നിട്ട് ഇവള് ഒറ്റ എത്രയും പറഞ്ഞത് നിന്റെ ഭർത്താവിനെ നീ വകവക്കത്തില്ലെന്നും ക്ലീറ്റോയെ ഏതാണ്ട് പെട്ടിക്കട കൊണ്ടിരുത്തിയേക്കുമെന്നും അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ചപ്പട്ട ശശിയുടെ കൂടെ നീന്നും പറഞ്ഞോണ്ട്. അല്ലേ നിങ്ങൾ ആരെ കണ്ടെന്നായി പറയുന്നത്? അത് ശരി, നീ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയിട്ടില്ല? സൂപ്പർ മാർക്കറ്റിൽ ഞാൻ പോയായില്ല. ഇപ്പൊ ഞാൻ നിന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകും. അവിടെ ചുറ്റും ക്യാമറ ഉണ്ട്. നിന്നെ ഇന്ന് പിടിക്കും. ഇന്ന് നീ അവിടെ പറഞ്ഞത് മൊത്തം പിടിക്കും. അതെ, സൂപ്പർ മാർക്കറ്റിൽ കയറി എന്നുള്ളത് ശരിയാ. പക്ഷെ ഞാൻ ഈ ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചപ്പട്ട ശശിയൊന്നും ഞാൻ പറഞ്ഞില്ല. പൂരാട ശശിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് ഞാൻ പറഞ്ഞു. പൂരാട ശശി ഞാൻ പേര് തിരിഞ്ഞു പോയതാ. ചപ്പട്ട ശശിന്ന് എനിക്കങ്ങ് തിരിഞ്ഞു പോയി. അവനെ കുറിച്ച് ആ മക്കളെ പറഞ്ഞത്, നിന്നെ കുറിച്ച് പറഞ്ഞ് സിനിമ കാണാൻ പോകും, വോട്ടിടാൻ പോകും, അവന്റെ കൂടെ ഇങ്ങനെ ഈ പെണ്ണുമ്പോൾ നുണ പറയുമോ? എന്റെ തങ്കം ഞാൻ അങ്ങനൊന്നും അല്ല തങ്കം പറഞ്ഞു. അറിയാലോ. അങ്ങനെ പറയുമോ? ഞാൻ ഇല്ല അങ്ങനെ പറയും. അത് ശരി നീ അല്ല
അല്ലല്ല കുഞ്ഞമ്മച്ചനില്ലേ, ശരിക്കും പറഞ്ഞ ഈ ലോകര് മുഴുവൻ പറഞ്ഞു നിങ്ങൾ പെരുങ്കള്ളിയാണ്, നിങ്ങൾ ഒന്ന് കേട്ടാ 10 ആയിട്ട് ഇപ്പുറത്ത് വന്ന് പറയൂ എന്നുള്ളത്. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല തങ്കം. നിങ്ങൾ ഈ വീട്ടിൽ വന്ന് താമസിക്കുവാണോ? ഞാനും ക്ലീറ്റോയും തമ്മിൽ എങ്ങനത്തെ ബന്ധമാണെന്നറിയാൻ ആണോ? ക്ലീറ്റോനെ ഞാനാണോ പെട്ടിക്കട തുറന്ന് അവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുന്നത്? ക്ലീറ്റോ പെട്ടിക്കടയാണോ നടത്തുന്നത്? ആണോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ പെട്ടിക്കട നടത്തുന്നു. ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനല്ല നിങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനല്ല. ഞാനും പൂരാട ശശിയായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധം? ഒരാൾ ശശിയായിട്ട് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ആണോ? എന്നിട്ട് അങ്ങനെയാണോ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്? ആ സൂപ്പർ മാർക്കറ്റിൽ എന്തോരം ആൾക്കാർ വരുന്നതാണ്. നിങ്ങൾക്കൊരു ബോധം ഇല്ലേ? അതോ ഇതിങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് എന്താ വല്ല സുഖം കിട്ടുന്നുണ്ടോ? ഇപ്പൊ ആ പെങ്കൊച്ചിനെ പറ്റി പറഞ്ഞ നുണയല്ലേ? അല്ല. നുണയല്ലേ? അല്ല. നുണയല്ലേ? ഇനി മേലാല് ഏതെങ്കിലും ഒരാളെ പറ്റി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ കൈ ഉണ്ടല്ലോ മോന്തേലിരിക്കും, മോന്തേല്. കേട്ടോ? പോട്ടെ, മഴ വരുന്നു. നിന്നെ ഞാൻ എടുത്തോളാടി. എന്റെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ട്. എന്റെ പൊന്നു മക്കളെ, ഇങ്ങനെയുള്ളവരുമായിട്ടൊന്നും കൂട്ടുകൂടല്ലേ. ഞാൻ ഇന്ന് കുമ്പസാരിക്കാൻ പോയിട്ട് വന്നിട്ട് ഇതെല്ലാം കേട്ട് എന്റെ തലമണ്ടയിൽ കേട്ട് വന്ന് നടന്ന് വഴക്കുണ്ടായത്. കുഞ്ഞമ്മച്ചനോട് ഞാനൊരു കാര്യം പറഞ്ഞു. എന്ത് മക്കളെ? വഴക്കും ദേഷ്യവും ഒന്നും തോന്നുന്നു. നീ പറഞ്ഞു. കാള പെട്ടെന്ന് കേൾക്കുമ്പോ കയറെടുക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും വഴിയിൽ നിന്ന് പറഞ്ഞെന്നറിഞ്ഞാൽ അതിനനുസരിച്ചിട്ടല്ല കൂടെ കഴിയുന്നവരെ വിലയിരുത്തേണ്ടത്. കുറെ നാളായില്ലേ നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് വെറുപ്പിക്കരുത്. എന്റെ പൊന്നു കർത്താവേ, ഇന്ന് കുമ്പസരിച്ചത് വെറുതെയായി. നാളെ വന്ന് ഞാൻ ഒന്നോടെ കുമ്പസരിച്ചേക്കാമേ. സ്തോത്രം. Aliens.